ഹലോ ആർമീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ കാത്തിരുന്ന് റൺ BTS 2.0 വരാൻ പോവാണ്. ആക്ച്വലി ഇത് 2.0 ആണോ അതോ 2.0 ആണോ? പലരും പലതാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ബൈ ദ വേ, നിങ്ങൾ എക്സൈറ്റഡ് ആണോ എന്ന് ചോദിക്കുന്നില്ല, കാരണം അതെ, എക്സൈറ്റഡ് ആണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റൺ BTS എപ്പിസോഡ് നമ്പർ 87 ആണ്. ഈ എപ്പിസോഡിൽ BTS മെമ്പേഴ്സ് കൊറിയൻ അക്ഷരമാലയായ ഹങ്കുലിനെ ആസ്പദമാക്കി ഭയങ്കര രസമായിട്ടുള്ള ഒരു ഗെയിമാണ് കളിക്കുന്നത്. ഒരു ബിൽഡിങ്, അവിടെയാണ് അക്ഷരങ്ങളും സ്റ്റിക്കേഴ്സും ഒക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പിള്ളേർ ഇതെല്ലാം കണ്ടെത്തണം. പക്ഷേ എപ്പിസോഡിലെ പ്രധാന ആകർഷണം ഈ സ്റ്റിക്കർ ടാഗ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. അതാണ് ഓരോ അംഗത്തിനും മറ്റൊരു അംഗത്തിനെ ടാർഗറ്റ് ആയി കൊടുത്തിട്ടുണ്ടാകും. തനിക്ക് ലഭിച്ച ടാർഗറ്റിന്റെ പുറകിലെ മറ്റാരും കാണാതെ സ്റ്റിക്കർ ഒട്ടിക്കുക, അതാണ് ഗെയിം. അതേസമയം സ്വന്തം പുറത്ത് മറ്റുള്ളവർ സ്റ്റിക്കർ ഒട്ടിക്കാതെയും നോക്കണം. ഏത് മാത്രമല്ല, ഈ ബിൽഡിങ്ങിലെ വിവിധ ഭാഗങ്ങളിലായി ഒളിച്ചു വെച്ചിരിക്കുന്ന കൊറിയൻ അക്ഷരങ്ങൾ കണ്ടെത്തി അവ ഉപയോഗിച്ച് അർത്ഥവത്തായ വാക്കുകൾ ഉണ്ടാക്കിയാൽ അവർക്ക് കൂടുതൽ പോയിന്റ്സ് കിട്ടും. നിങ്ങൾ ഈ എപ്പിസോഡ് ഓൾറെഡി കണ്ടവരാണെങ്കിൽ ഒന്ന് കമന്റിലൂടെ പറയണേ, വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാലോ. അപ്പോൾ പരിപാടി സിമ്പിളാണ്, പക്ഷേ കളിക്കുന്നവരല്പം കോംപ്ലിക്കേറ്റഡ് ആണെന്ന് മാത്രം. ഹങ്കുൾ ഡേ പ്രമാണിച്ച് കൊറിയൻ ലെറ്റേഴ്സ് വെച്ച് മാന്യമായൊരു ഗെയിം കളിക്കാമെന്ന് വിചാരിച്ച പ്രൊഡ്യൂസർക്ക് പോലും തെറ്റി. കാരണം കളത്തിലാരാ? ഇവിടെ നടക്കുന്നത് വേറെ ലെവല് തല്ലുംപിടിയാണ്. ഇനി ഗെയിമിലോട്ട് പോകാം. ഇതില് ജിമിനും തേയും പണ്ട് മുതൽക്കേയുള്ള ഒരു സോൾമേറ്റ് കുട്ടാ പൊട്ടാ ബന്ധമുണ്ടല്ലോ, അതിവിടെയും കാണാം. പരസ്പരം വിശ്വസിക്കുന്ന പോലെ നിൽക്കും, പക്ഷെ സമയം കിട്ടിയ പണിഞ്ഞിരിക്കും. പാവം ജിമിൻ ഒരു 150 തവണയെങ്കിലും ചോദിച്ചു കാണും, എടാ നിന്റെ ടാർഗറ്റ് ഞാനല്ലല്ലോ അല്ലേ? ഏയ്, ഞാൻ നിന്നെ പറ്റിക്കോ? പിന്നെ നമ്മുടെ കല്ല് യൂങ്കി, മൂപ്പർക്ക് അധികം ഓടാനൊന്നും വയ്യ, ബുദ്ധി കൊണ്ടുള്ള കളിയാണ് ഫുള്ള്. എല്ലാവരും ഓടി നടക്കുമ്പോൾ പുള്ളി അവിടെ ഇരുന്ന് പ്ലാൻ ഇടും. പിന്നെ ജങ്കുക്ക്, എൻ്റെ പൊന്നോ, ഈ ചെറുക്കൻ വല്ല എനർജി ഡ്രിങ്ക് കുടിച്ചിട്ടാണോ വരുന്നത്? ആ ബിൽഡിങ് മൊത്തവും ഓടി നടന്ന് തിരയാണ്. ബാക്കിയുള്ളവർ അക്ഷരങ്ങൾ തിരയുമ്പോൾ കുക്കി ആ സമയം കൊണ്ട് തന്നെ ഒരു 100 മീറ്റർ റേസ് തന്നെ നടത്തിയിട്ടുണ്ട്. പാവ ഏട്ടന്മാരൊക്കെ കുക്കിയുടെ വേഗത കണ്ട് കിളി പോയി നിൽക്കുകയാണ്. ഏറ്റവും കോമഡി കുക്കിയുടെ ക്യാമറമാനാണ്. ഈ ഒരൊറ്റ എപ്പിസോഡ് കൊണ്ട് തന്നെ പാവ ഈ ജോലി തന്നെ വെറുത്തുകയാണ്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, വെറുത്തു. എന്നിട്ടും ഡെയിലി ഞാൻ ആ ജോലിക്ക് പോകും. രണ്ടറ്റം കൂട്ടിമുട്ടിക്കണ്ടേ. വേറൊരു കോമഡി, ഹോബിയുടെ ടാർഗറ്റ് നംജൂൺ, നംജൂണിന്റെ ടാർഗറ്റ് ജങ്കുക്ക്, ജങ്കുക്കിന്റെ ടാർഗറ്റ് ഹോബി. മൊത്തത്തിലൊരു ട്രയാങ്കിൾ ടാർഗറ്റ് ലവ് സ്റ്റോറി. ഇവര് 3 പേരും കൂടെ ഓട്ടത്തോടോട്ടം. ഹോബിയുടെ ആ ഐക്കോണിക് പേടിയും നിലവിളിയും കൂടി ആയപ്പോൾ സംഗതി കളറായി. പിന്നെ ജിന്നേട്ടന്റെ ടാർഗറ്റ് വി ആയിരുന്നു. പുള്ളി വീനെ അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിലും വി ഫുൾ ടൈം ജിമിന്റെ പുറകെ തന്നെയായിരുന്നു. ആ പാവത്തിനെ പറ്റിച്ച് പുറകെ നടന്ന് ചതിച്ചു കളഞ്ഞ്. എല്ലാവരും ആഞ്ഞു പരിശ്രമിക്കുന്നുണ്ടെങ്കിലും എല്ലാവർക്കും പേടി ആ പുറകിലെ സ്റ്റിക്കറിനെയാണ്. അവസാനം കളി കഴിയുമ്പോഴേക്കും കുറെ ചതികളും വഞ്ചനകളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. വൻ സംഖ്യകൾ ഉണ്ടാക്കുന്നു, സെക്കൻഡുകൾക്കുള്ളിൽ തകരുന്നു. റിപ്പീറ്റ്. ഒടുക്കം സ്റ്റിക്കർ ഒട്ടിക്കലിന്ന് ആര് ജയിച്ച് കാണുന്നും ആർക്കൊക്കെ ശിക്ഷ കിട്ടിയെന്നും അറിയുമ്പോൾ ശരിക്കും ചിരി വരും. അത്രയ്ക്കും രസമുള്ളൊരു എപ്പിസോഡായിരുന്നു ഇത്. ഈ എപ്പിസോഡ് നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് കണ്ടു നോക്കൂ, വേറെ ലെവലാണ്. ഓൾറെഡി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് സീന് താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സോ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി സബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്യാനും ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും കൂടെ തരാനും മറക്കല്ലേ. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഹൈപ്പ് ബട്ടൺ കൂടെ അമർത്താവുന്നതാണ്. നമ്മുടെ ചാനൽ കൂടുതൽ പേരിലേക്ക് എത്താൻ ഈ ഹൈപ്പ് ബട്ടൺ സഹായിക്കും. സോ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.